എടാ അരുണേ, ഒന്ന് എഴുന്നേറ്റേ. നല്ല ഒന്നാന്തരം ചൂട് ചായ നിനക്ക് വേണ്ടി അമ്മാവൻ അനത്തിയതാ. 9 മണിക്ക് സ്റ്റേഷനിൽ എത്തേണ്ടതാ. ഒരു കൊലപാതകത്തിന്റെ മഹ്സർ എഴുതാൻ പോണം. ഞാൻ പോയാലേ ആ കൊലപാതകം ആത്മഹത്യയാവൂ. എന്തിനാ അമ്മാവ ഈ അന്യായമൊക്കെ കാണിക്കുന്നത്? അന്യായം ചുമ്മാ ഇരടാ. നാടോടുമ്പം നടുവേ ഓടണം. നീ ഷർട്ട് ആ പാപ്പിയുടെ കടയിൽ കൊണ്ട് ഇസ്തിരി ഇട്ടോണ്ട് വാ. 10 മിനിറ്റ് കൊണ്ട് വരണം. ബാക്കി ഷർട്ടെല്ലാം മുഷിഞ്ഞു കിടക്കുന്നോണ്ടാ. നേരത്തെ സ്റ്റേഷനിൽ ചെന്നില്ലേ രവീന്ദ്ര സാറ് കാണാൻ പോകാന്ന് പറയും. എനിക്കത് ഇഷ്ടമല്ലാതെ എനിക്കറിയാമല്ലോ. ഞാൻ ആരെ കൊണ്ട് എന്നെ ഒന്നും പറയിപ്പിക്കാറില്ല. അതാ ചെല്ല്. പിന്നെ ഒരു ദിവസം മണി 9 ആകാൻ പോകുന്നല്ലോ. എവനെ ഇതുവരെയും കണ്ടില്ലല്ലോ. സത്യമായിട്ട് തന്നെ മഹസറിൽ കയറുമല്ലോ. അമ്മാവനായിട്ട് ജനിച്ച് എന്നെ ഒന്നും കണ്ടേ. ഷർട്ടിട്ടോണ്ട് വരാൻ പറഞ്ഞ പൊമ്പിള്ളേരുടെ പുറകെ നടക്കല്ലേ. പോലീസിൽ നീ എന്റെ പേര് വെട്ടിക്ക് അമ്മാവൻ അടിച്ചു വെച്ചോനെ. നീ എങ്ങോട്ട് വരും? വീട്ടിൽ പോയിടാ വാക്കൻ. എന്നെ മാനം കെടുത്തിയ പിണ്ടം. നല്ലൊരു ഇംഗ്ലീഷ് പടത്തിന്റെ കാസറ്റാ. അല്പം എരിവും പുളിയുള്ള ഇനമാന്നാ മാത്യൂസ് പറഞ്ഞത്. വല്ല അടൽസുള്ളിയിലേനുമായിരിക്കും. വേണ്ട കേട്ടോ, പുഷ്പെങ്ങാനും വരും. നാണക്കേടാ. അവളങ്ങനെ വന്നാൽ തന്നെ വേറെ പണിയുണ്ട്. എന്ത് പണിയാ? വീഡിയോ ഓഫ് ചെയ്യാവുന്നോ? അല്ലല്ലേ, നീ നോക്കിക്കോ. ഹായ് ഇംഗ്ലീഷ് മാഡം, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. എന്താണ് സാറേ, വീഡിയോ കഴിഞ്ഞിട്ട് ജോലി എടുത്തിരുന്നാ മതിയോ? പഠിക്കുന്നു വേണ്ടേ? കോളേജ് വിട്ട് വന്നിട്ട് കുറെ നേരം പഠിച്ചു. ഇനിയിപ്പോ പടം കാണട്ടെ, എന്നിട്ടിരുന്ന് പഠിക്കാം. പുഷ്പേ, നീ പോയിട്ട് പൈസ കൊടുക്കുന്നത്? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അയ്യോ, ഈ ദാഹിപ്പിച്ച് മരിക്കുന്നേ ഇപ്പൊ. എപ്പടി കൊള്ളാം. Breaking my ass. That broad is making everything go up. Man, fucking cat. Fucking little. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ ഉയർന്നു വരുള്ളൂ. നീ ഒരു ആപ്പിൾ ജ്യൂസ് കൊടുക്കുന്നേ, നിനക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് നോക്കട്ടെ.
ഞാൻ വെള്ളം ജ്യൂസ് ഒന്നും എടുക്കാൻ പോണ്ടേ? രാവിലെ ഓടുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാ, പക്ഷേ പേസ്റ്റ് ഉള്ളി പോയത് ആരോഗ്യത്തിന് കേടാ. എന്റെ മുന്നേ പല്ല് തേച്ചിട്ട് ഓടിയാ മതി. കേട്ടോ? അങ്ങോട്ടല്ല, അങ്ങോട്ടോ. ഓടിയോ. എന്താ വേണ്ടേ? കുളി കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. ഇവിടെ തോർത്തൊന്നും വേറെ സാറ് നോക്കിയിട്ട് കാണാനില്ല. ആഹാ, എനിക്ക് കണക്കായി പോയി. ഞങ്ങളൊക്കെ കുളിക്കാൻ പോകുമ്പോഴാ തോർത്ത് അന്വേഷിക്കാറ്, അല്ലാണ്ട് കുളി കഴിഞ്ഞ് തോർത്തേണ്ട സമയത്തല്ല കേട്ടോ. നീ ചുമ്മാ ഇപ്പൊ മനസ്സില്ല. എന്നാ വേണ്ട, ഞാനൊന്ന് തോർത്തുന്നില്ലെന്ന് വെക്കും. ഓ, ഇഷ്ടം പോലെ. എന്ത് തോന്നിവാസമോ ചന്ദ്രേട്ടനെ കാണിക്കുന്നത്? തല തോർത്താണ്ട് വെള്ളം താണ വല്ല അസുഖം വരുത്താനാണോ? വന്നോട്ടെ, ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെന്താ? അയ്യോ, ഞാൻ തോറ്റു. ഇത് നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ വെള്ളം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കുസൃതിയാണല്ലോ, ചുട്ട പെട കിട്ടും. ഓ പിന്നെ, താമല്ല ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും, അതൊക്കെ അങ്ങ് ഹോസ്പിറ്റലിൽ. ഇവിടെ എന്റെ സ്വന്തം ഭാര്യ, മൈ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി, മനസ്സിലായോ? അതിന് നേരെ സന്ദർഭം നോക്കാതെ ഇവിടെ വെച്ച് വേണോ ശൃംഗാരം? ശരി, ഇത് വലിയ പുലിവാലായല്ലോ. ഇനി ഇത് നമ്മുടെ വീട്, നമ്മുടെ ബെഡ്റൂം, ഇവിടെ എല്ലാവരും പിന്നെ പബ്ലിക് റോഡിലാണ് ശൃംഗരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, ആ പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുത്ത് കാലത്തും വൈകുന്നേരവും അത്താഴത്തിന് ശേഷവും ഓരോ ഔൺസ് വീതം ശൃംഗാരമാവാം എന്ന് എഴുതി. ദിവസം അതെ, പുഷ്പയ്ക്ക് ഓരോ ബുക്ക് കാണാതെയാവും. പിന്നെ ഞാൻ തന്നെ വേണം കണ്ടുപിടിക്കാൻ. ഇങ്ങനൊരു പെണ്ണ്. അവക്ക് കെമിസ്ട്രി ബുക്ക് കൊണ്ട് കളയാൻ കണ്ടൊരു സമയം. രാവിലെ ഒരു മൂഡ് വന്നായിരുന്നു. എന്റെ പുഷ്പേ, ഇത്ര മറവിയായാലേ നാളെ നീ ഒറ്റയ്ക്കായാലും എന്ത് ചെയ്യും? അതിന് ഞാൻ ഒറ്റയ്ക്കാകാൻ പോണില്ലല്ലോ. ചരിച്ചിട്ടുണ്ട് അവന് എപ്പോഴും എന്റെ കൂടെ. അയ്യോ, ഇതെന്താ ഇത്? ബുക്ക്. എന്ത് ബുക്ക്? കെമിസ്ട്രി ബുക്ക് ആണേ? ആണ്. ദിവസവും കോളേജിലേക്ക് കാണുന്ന പറഞ്ഞ് ഇവിടുന്ന് കിട്ടിയെങ്കിൽ പോകുന്നുണ്ട്. അവിടെ ചെന്ന് പഠിക്കുകയാണോ അതോ വായി നോക്കി നടക്കണം? അവിടെ പഠിക്കാതെ പിന്നെ അവിടത്തെ സപ്പോർട്ടൊന്നും വേണ്ട. ക്ലാസ്സോടെ പാസ്സായ ഇനിയും പഠിക്കാം. അല്ലേ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു അലവലാലേക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കും. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നില്ലെങ്കിലേ അത് പരീക്ഷ പേപ്പർ നോക്കുന്നവരുടെ കണ്ണിക്കേടും ഉണ്ടാവും. ഞാനേ എഴുതിയ പരീക്ഷയ്ക്കല്ല ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഡോക്ടർ രാമേന്ദ്രന്റെ പെങ്ങളാ. കേട്ടോ, മണി വെച്ച ഉടനെ ഇരുത്തി കളഞ്ഞല്ലോ. ഓ, സമ്മതിച്ചിരിക്കുന്നേ, നീ എന്റെ അനിയത്തി തന്നെ. ഡോക്ടർ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് പോരും തോന്നി. കഴിഞ്ഞ തവണ ഞാൻ ഫോൺ ചെയ്ത് നിങ്ങൾ വന്നപ്പോഴേക്കും
അവർ സമർത്ഥമായിട്ട് ഒളിച്ചു കളഞ്ഞു. ഇത്തവണ അത് പാടില്ല. ഡോക്ടർ പൊയ്ക്കോളൂ, ഞാൻ ഇപ്പൊ തന്നെ വേണ്ടത് ചെയ്യാം. ഐ വിൽ ഡീൽ വിത്ത് ദം. നോ ഇൻസ്പെക്ടർ, ഇത്തവണ ഞാനും കൂടെ വരാം. ഇഫ് യു ഹാവ് നോ ഒബ്ജെക്ഷൻ. ഓഫ് കോഴ്സ് നോട്ട്. കണ്ടമാനം പണവും അതിലേറെ സ്വാധീന ശക്തിയുള്ള ഇവിടുത്തെ പ്രമാണിമാർക്ക് എങ്ങനെ ഉണ്ടായ വേഷവിത്തുകളാണ് ഇതൊക്കെ. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അവന്റെ ഒക്കെ വിചാരം. ഇന്നും കണ്ടോ ഇവന്റെ ഒക്കെ നട്ടല്ലിയാൻ തല്ലി ഓടിക്കും. സോറി സാർ. സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ. 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 ഹരിഹര സുഖൻ അയ്യൻ അയ്യപ്പ സ്വാമി. സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ. സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ. സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ഇതാണോ ഡോക്ടർ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത പബ്ലിക് ന്യൂസൻസ്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സർ. എങ്കിൽ നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ. മതപരമായ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇക്കാലത്ത് ഇത്രയും ഭക്തിയുള്ള ചെറുപ്പക്കാരോ? സ്വാമിയേ ശരണവയ്യപ്പ ശരണവയ്യപ്പ. അവൽ ബാന്ധവ പുഷ്പയോ എന്റെ വീട്ടിലോട്ട് വരുന്നു. സ്വാമി മഹാഗണപതി. അയ്യോ സ്വാമിയേ വിനായകനെ വിഘ്നേശ്വര, നീയാണ് എന്റെ പുഷ്പയെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ നിനക്ക് 108 തൈ കൊടുത്തേക്കാം. മഹാഗണപതി. ഷർട്ടോടെ അതവിടെ അപ്പൊ കരിയുണ്ട്. പുഷ്പയോ വരൂ, അകത്തോട്ടിരിക്കാം. കയറിയിരിക്കാന്നേ, വരുമെന്നേ പ്ലീസ്. എന്റെ കത്തിന് മറുപടി തരാൻ നേരിട്ട് വേണമായിരുന്നോ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഐ ആം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് Shut up. ഈ കത്ത് നിങ്ങൾ അയച്ചതല്ലേ? ആ അതെ. ദേ, ഇനി ഇങ്ങനെ മര്യാദകൾ കാണിച്ചാൽ അനുഭവം വേറെ ആയിരിക്കും. സോറി, നേരിട്ട് പറയാൻ ഒരു മടി. എന്റെ മനസ്സ് തുറന്നു കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കത്ത് എഴുതിയത്. മറ്റാരെങ്കിലും തുറന്നു കാണിച്ചാൽ മതി. എന്നോട് പ്രേമൊന്നും വേണ്ട, മനസ്സിലായോ? മാഡം, ഞാൻ പ്രേമിക്കും, ചത്താലും പ്രേമിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർക്കും ആരെയും പ്രേമിക്കാം. പ്രേമിക്കാം, പക്ഷേ വായില് പല്ലൊന്നും കാണില്ല. പല്ലില്ലാതെ ഞാൻ പ്രേമിക്കും. ദാറ്റ്സ് മൈ ഡീപ് ലവ്. Shut up. മേലാൽ ഈ പ്രേമൊന്നും പറഞ്ഞു വന്നാൽ ലോകത്തിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്, മനസ്സിലായോ? പുഷ്പേ പ്ലീസ്, ഐ റിയലി ലവ് യു. ഐ റിയലി ലവ് യു. എടാ മോനെ, മരുവാനെ, നിനക്ക് ഈ പണിയുണ്ടല്ലോ. നീ എന്തുവാ പറഞ്ഞേ? ആർക്കും ആരെയും പ്രേമിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ടെന്നോ? എന്നാ അവള് പറഞ്ഞ പോലെ ആർക്കും ആരുടെയും പല്ല് തല്ലി കുഴിക്കാനും കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ട്. ഈ ചെറു പ്രായത്തിലെ നീ വകുപ്പിൽ പിടിച്ച് കളിക്കാതെ കേറി പോടാ. നാട്ടിൽ നിന്ന് ശേഖരമ്മാവന്റെ കത്ത. പുഷ്പയുടെ പരീക്ഷ അടുത്ത മാസം കഴിയല്ലേ? ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു ഡോക്ടറുടെ ആലോചന വന്നിട്ടുണ്ട്. അമ്മാവന്റെ അടുത്ത ചെങ്ങാതിന്റെ സന്താനം. എന്താ വേണ്ടെന്ന്? ഒന്നും വേണ്ടെന്ന് അങ്ങ് മറുപടി എഴുതിയേക്ക്. ഒന്നും വേണ്ടെന്നോ? അതെ, എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട. അയ്യോ, ഇപ്പോഴല്ല, ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട്. പോയിട്ടോ. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, ചിലപ്പോ റാങ്കും. മെറിറ്റിൽ തന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടുണ്ടാവില്ല. എനിക്കൊരു ഡോക്ടർ ആവണോ, ചാരി ചേച്ചി പോലെ. എന്നിട്ട് മതി ആലോചനയും ബഹളവും ഒക്കെ. അതെ, ശരി, കൊള്ളാമല്ലോ. നിന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു ആഗ്രഹം ഒളിച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു? ചേട്ടത്തെ പോലെ ആളെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ? നടക്കട്ടെ.
അവള് പറഞ്ഞതാ ശരി. ശേഖരമാവൻ ഇന്ന് തന്നെ എഴുതിക്കോളൂ. സ്റ്റേറ്റിലെ ഡോക്ടർക്ക് പെണ്ണ് കിട്ടാൻ ധൃതിയുണ്ടെങ്കിൽ വേറെടുത്ത് ആലോചിക്കാൻ. അതല്ല, എന്റെ പുഷ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇനി 5-6 കൊല്ലം കൂടി കണ്ണടച്ച് കാത്തിരിക്കാൻ. That's correct. Yes. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇത് സിന്ധു. ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പുറത്തു പോകൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഡോക്ടർ. കൺഫേംഡ് കേസാണ്. സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ചുറ്റിക്കളി തന്നെ, ഗർഭം. എത്ര മാസമായി? 4. കാര്യം എന്താണെന്ന് വെച്ചാ വളച്ചു കേട്ടാൽ അങ്ങ് പറയാം. ഇതൊന്ന് അലസിപ്പിക്കണം. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? അതല്ലേ ഡോക്ടർ പ്രശ്നം. അങ്ങനൊരു പാർട്ടി ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അബോർഷൻ നടത്താം. ഉത്തരവാദപ്പെട്ടവരാരെങ്കിലും രേഖാമൂലം ആവശ്യപ്പെടണം. തുക വല്ലതും കൂടുതൽ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഡോക്ടറെ. പുറത്തെ റേറ്റിലൊന്നും 1000-ഓ 2000-ഓ കൂട്ടിത്തരാം. എന്താ പോരെ? മിസ്റ്റർ, നിങ്ങളുടെ സംസാരം അതിൽ കിടക്കുന്നു. ഓഹോ, അപ്പോ ചെയ്തു തരത്തില്ലെന്നാണോ? ചെയ്തു തരാം. ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ഒരു കടലാസ് ഒപ്പ് തരാൻ തയ്യാറാണ് നിങ്ങൾ ആരെങ്കിലും? നടക്കാത്ത കാര്യം പറയല്ലേ ഡോക്ടർ. എങ്കിൽ പ്ലീസ്, ദാ പുറത്തേക്കുള്ള വാതിൽ അതാണ്. എന്റെ സമയത്തിന് വിലയുണ്ട്. ഡോക്ടർ, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മാന്യമായ ഭാഷയിൽ ആദ്യമേ പറഞ്ഞു. അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ എനിക്ക് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. പ്ലീസ് ഗെറ്റ് ഔട്ട്. പേടിപ്പിക്കാതെ ഡോക്ടറെ. അത്ര പെട്ടെന്നൊന്നും വിരളുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ ആരും. എന്താ ഇവിടെ? അല്ല ഡോക്ടറെ, ആർക്കും ഛേദമില്ലാത്തൊരു ഉപകാരം. ഒരു ചെറിയ അബോർഷൻ കേസ്. ഇത് അവർക്കാണെങ്കിൽ സമ്മതം. ചോദിക്കുന്ന പൈസ തരും. കാശ് മാത്രം നോക്കിയിട്ടല്ല ഞാൻ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്. എനിക്ക് എന്റേതായ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. കൊണ്ടുപോയി കളയണം ഡോക്ടറെ. പ്രിൻസിപ്പിൾ. ഡോക്ടർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കാര്യം മറക്കണം. അതിനുള്ള വഴി നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ എന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഉത്തരവാദിത്വം രേഖാമൂലം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്. നിങ്ങൾക്ക് പോവാം. ഓ, ഇതങ്ങ് നാട്ടുനടപ്പില്ലാത്ത പോലാണല്ലോ ഡോക്ടറുടെ സംസാരം. ഇതിലും വലിയ ഹോസ്പിറ്റലിൽ വരെ ഇതൊക്കെ തന്നെയാ മെയിൻ ലൈൻ. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്റെ ഇഷ്ടപ്രകാരം ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഐ എം സോറി. അപ്പൊ ഡോക്ടർ വേണ്ട, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ ഫൈനൽ വേറെന്താണെന്ന്. ഇവിടെ ഇത് സാധ്യമല്ല. നിങ്ങൾ പോണം പ്ലീസ്. ഐ സേ യു ഗെറ്റ് ലോസ്റ്റ് മാൻ. എന്താണ് അവന്മാർ നമ്മൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും നമ്മളെ കുറിച്ചും കരുതിയിരിക്കുന്നത്? സാറിപ്പോ തികച്ചും നോർമലാണ്. അധികം സ്ട്രെയിൻ ചെയ്യാൻ നോക്കിയാൽ മതി. ഒന്നും പഠിക്കാനില്ല. എന്തായി പറയുന്നത്? ഡോക്ടർ രാമേന്ദ്രൻ ഇവിടെ അന്തസ്സായി ജീവിക്കുന്ന ഒരു ലോ അബൈഡിംഗ് സിറ്റിസനാണ്. എ റെസ്പെക്ടബിൾ ജെന്റിൽമാൻ. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. അതെ അതെ അതെ, ആള് മാറിയത് തന്നെ. സത്യമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഈ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ഞങ്ങൾ വിവരമില്ലാത്തവരാണ്. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മാവൻ ഇവിടുത്തെ MP ആണ്.
ഞാനൊരു കള്ളക്കേസ് ഉണ്ടാക്കാൻ നടന്നാൽ അതിന് നടക്കാൻ അങ്ങർക്ക് കൂടിയാ. അതെങ്കിലും ഞാൻ ഓർക്കണ്ടേ? നേരത്തെ മുതലേ എന്താണെന്ന് അറിയില്ല, ആ ഡോക്ടർക്ക് ഞങ്ങളോടെന്തോ കരുതിക്കൂട്ടിയ ശത്രുത പോലെയാ അല്ലേ? സാറിന് തന്നെ അറിയില്ലേ, 2 തവണ ഒരു കാര്യമില്ലാതെ ഞങ്ങളെ കുറിച്ചുകൂടെ കംപ്ലൈന്റ് പോയി വന്നില്ലേ? ഞങ്ങൾ ബൈക്കിൽ പതുക്കെ അങ്ങനെ വരുമ്പോഴാ ആ ഡോക്ടർ എതിരെ വന്ന് ഞങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഡോക്ടറാണ് നിങ്ങളെ ഈ പരുവത്തിലാക്കിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അനിയന്മാരെ. ശരിയാ, ആരും അങ്ങനെയും വിശ്വസിക്കും. പക്ഷേ ഇത് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാ. ഡോക്ടർ വലിയ സ്വാധീനമുള്ള ആളാണെന്ന് വിചാരിച്ച് അങ്ങയുടെ പേര് കേസ് ചാർജ് ചെയ്യാതിരിക്കരുത്. എക്സ്ക്യൂസ് മീ സർ. വെൽ ഡോക്ടർ, നിങ്ങൾ വന്നു നന്നായി. ഇവര് പറയുന്നത് ഈ കുട്ടികളുടെ പേരിൽ നിങ്ങൾ മുഴുവിപ്പിക്കണമെന്നില്ല, വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ഇവര് പറഞ്ഞത് പകുതിയിലധികം കേട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്റെ അനുജന്മാരാകാൻ മാത്രം പ്രായമുള്ള ഇവരെ ഞാൻ വഴിയിലിട്ട് തല്ലിച്ചതച്ചു എന്നാണല്ലോ പരാതി. ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് സാക്ഷികൾ വേണം. സോറി, ഐ ഹാവ് നോ വിറ്റ്നസസ്. ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഇവരുടെ ഭാഗത്തും സാക്ഷികളില്ല. അതുകൊണ്ടാണല്ലോ കംപ്ലൈന്റ് ലോഡ് ചെയ്യുന്നില്ല എന്നൊരു ഔദാര്യം നേരത്തെ ഡിക്ലെയർ ചെയ്തത്. ഞാൻ വന്നത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് പുറത്തേക്ക് വരും, ഇവരെ കൂടെ കുട്ടികളും. നടന്നാട്ടെ. നല്ല ഒന്നാം തരം കാർ തവിട് പൊടിയായി. തവിട് പൊടിയാക്കി അനിയന്മാരെ, തുടരുത്. ഇത് ചെയ്തത് ഇവരൊക്കെ കൂടെയാണ്. ഇതിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ തെളിവുകളില്ലാത്തത് കൊണ്ടും ഇവരിവിടുത്തെ പ്രമാണിമാരുടെ മക്കളായതുകൊണ്ടും ഇവർ രക്ഷപ്പെടും. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ നീതി നിർവഹണം. അതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. ഇത് വളരെ ക്രൂരമായി പോയി സർ. അല്ല ഡോക്ടർ, 30ാമത്തെ ബർത്ത്ഡേ അല്ലേ അദ്ദേഹത്തിന്റെ? അപ്പോഴെങ്ങനെ 30 മെഴുകുതിരി കത്തിക്കോ? അതിനുള്ള ഷോർട്ട് കട്ട് സായിപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. 3 വലിയ മെഴുകുതിരി കത്തിച്ചാ മതി. കാണാൻ കൊള്ളാവുന്ന നഴ്സുമാരുണ്ടെങ്കിലേ ഹോസ്പിറ്റലിൽ നല്ല കോളായിരിക്കും അല്ലേ അറിയാ? അതിനിപ്പോ ഡോക്ടറും കാണാന് അത്ര മോശമൊന്നുമല്ല. അതും ശരിയാ, വെറുതെ അല്ല ആശുപത്രിയിൽ ആളൊഴിഞ്ഞ നേരം കാണാത്തത്. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് തരൂ. ഈ പെങ്കച്ച് കൊള്ളാമല്ലോ. ഇതിന്റെ പേരെന്താ ഡോക്ടറെ? ഇതിനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തരം പഞ്ചാരി അടിയാകുമല്ലോ എന്ന് കരുതിയാ ഡോക്ടറെ വിളിച്ചത്. ഒന്ന് പറഞ്ഞേ ഡോക്ടർ. മിസ്റ്റർ, നിങ്ങൾ അനാവശ്യം പറയാതെ മുന്നിൽ പോകുന്നുണ്ടോ? കണ്ടോ, ദേഷ്യം വരുമ്പോ ഡോക്ടറിന്റെ പുരിയ കിടന്ന് പറയുന്നത് കണ്ടോ? മെഡിസിന് പഠിച്ചതിന് പകരം വല്ല സിനിമയിലും ചെന്ന് ചേർന്നിരുന്നെങ്കിൽ 1 ഡസൻ ഉർവശിയെങ്കിലും കിട്ടുമായിരുന്നു. അല്ല, ഡോക്ടർ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ? എടാ മണ്ട, അടുപ്പമുള്ളവരെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണം. ഞങ്ങൾ ബില്ല് പേ ചെയ്തേ.